ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ദോശമാവിൻ്റെ ഒരു പുതിയ മാജിക്കാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പുറത്ത് നല്ല ഗോൾഡൻ നിറവും അകത്ത് പഞ്ഞി പോലെ സോഫ്റ്റുമായ ഈ ബൺദോശ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണിത്. കാണാൻ ഭംഗിയും കഴിക്കാൻ അടിപൊളി രുചിയുമുള്ള ഈ റെസിപ്പി വീട്ടിലുള്ള എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ സമയം കളയാതെ ഈ ദോശമാവിൻ്റെ മാജിക്ക് എങ്ങനെയെന്ന് നോക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ദോശമാവോ അല്ലെങ്കിൽ നമുക്കിതാ ബാക്കി വന്ന ദോശമാവൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇനി അതല്ല, നമ്മൾ രാവിലെ ദോശ ചൂടാനുള്ള നമ്മുടെ ദോശമാവ് ഉണ്ടായിരിക്കില്ല, അത് വെച്ചിട്ടാണ് കേട്ടോ ഈ മാജിക്ക് ചെയ്യുന്നത്. ഒരു ചെറിയൊരു സവാള ചെറുതായി പൊടിയായിട്ട് കട്ടാക്കി എടുക്കാം കേട്ടോ, അത് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുക്കാം. അതിൻ്റെ പകുതി ചേർത്തി കൊടുക്കാം, പകുതി അവിടെ എടുത്തു വെക്കാം കേട്ടോ, അത് ആവശ്യമുണ്ട് ലാസ്റ്റ്. അതുപോലെ തന്നെ മല്ലിയില കേട്ടോ, മല്ലിയില നമുക്ക് പകുതിയോളം ചേർത്തി കൊടുക്കാം, അതും പകുതി അവിടെ എടുത്ത് വെക്കാം, അതും ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഈ 3 ചേരുവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കാണാനും കഴിക്കാനും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ചെറിയ സീക്രറ്റ് ഇതാണ്. ഈ 3 ചേരുവകളും ചേർക്കുമ്പോൾ ബൺദോശയുടെ രുചി മറ്റൊരു ലെവലാകും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടിയും ഹെൽത്തിയും ആകും കേട്ടോ. നിങ്ങൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്തി കൊടുക്കാം. ഇതിനായിട്ട് മെയിൻ വേണ്ടത് കുഴിയുള്ള ഇതുപോലെയുള്ള പാനാണ് വേണ്ടത്. അപ്പോഴാണ് ബൺദോശയ്ക്ക് നല്ല ഷേപ്പും സോഫ്റ്റ് ടെക്സ്ചറും കിട്ടുന്നത്. ഇതിവിടെ നമ്മൾ താളിപ്പൊക്കെ ചെയ്തെടുക്കൂലേ, ആ ഒരു പാനാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുഴിയുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച് ക്യാരറ്റും മല്ലിയിലും ഉണ്ടല്ലോ, അതിനതിൻ്റെ മുകളിലായിട്ട് ഒന്നിങ്ങനെ തൂവി കൊടുക്കാം. ഒരു കാണാനൊക്കെ നല്ലൊരു ഭംഗിക്കാണ് കേട്ടോ. തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ ബൺദോശ നന്നായി പൊങ്ങി സോഫ്റ്റായി കിട്ടും. ഒരു വശം വെന്താൽ പതുക്കെ മറിച്ചിട്ട് മറുവശവും ഗോൾഡൻ നിറമാകുന്നത് വരെ ചുട്ടെടുക്കാം. ഇനി സെർവ് ചെയ്യാം കേട്ടോ. നോക്കൂ എത്ര ഭംഗിയായി പൊങ്ങി വന്നിട്ടുണ്ട്. പുറത്ത് നേരിയ ക്രിസ്പും അകത്ത് പഞ്ഞി പോലെ സോഫ്റ്റുമാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ബൺദോശ എന്ന് പറയുന്നത് ബണ്ണിൻ്റെ അതേ ഒരു ഷേപ്പിലല്ലേ ഇത് കാണുമ്പോൾ തന്നെ. ഇത് ചൂടോടെ ചട്നിയോ സാമ്പാറോ കൂടെ കഴിച്ചാൽ സൂപ്പർ കോമ്പിനേഷനാണ്. അത് മാത്രമല്ല കേട്ടോ, ചുട്ടെടുക്കാനും സിമ്പിളാണല്ലോ. ഒരു തവി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. ക്യാരറ്റും മല്ലിയിലൊക്കെ ചേർത്തി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ, നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ. രാവിലെ ഊർജ്ജത്തോടെ ദിവസം തുടങ്ങാൻ പറ്റിയ ഒരു മികച്ച ബ്രേക്ക്ഫാസ്റ്റ് കോംബോ അല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു വിഭവം കൂടിയാണ്. ഇത് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, പൊട്ടിച്ച നല്ല അകത്ത് നല്ല സോഫ്റ്റായിട്ട് കണ്ടോ. നമ്മൾ അകത്ത് വെന്തിട്ടില്ല എന്നൊക്കെ കരുതട്ടോ, പക്ഷേ അടിപൊളിയായിട്ട് പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഈ ബൺദോശയ്ക്ക് ഒപ്പം തക്കാളി ഇല്ലാതെ ഒരു സൂപ്പർ ചട്നി തയ്യാറാക്കുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ഈസിയാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. തക്കാളിയൊക്കെ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് നമുക്കൊരു റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചട്നി കൂടിയാണ്. ഒരു പാൻ വെക്കാം, അതിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നമ്മൾ പാം ഓയിലോ ഏതോയിലും ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് 1 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്തി കൊടുക്കാം. അതൊന്ന് ഒരു ഗോൾഡൻ കളർ നിറമാവുന്ന സമയത്ത് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തി കൊടുക്കാം. ചെറുതായതുകൊണ്ടാണ് കേട്ടോ. ഇനി വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3-4 ചേർത്തി കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഉണക്കമുളകാണ്. 3-4 ചേർത്തി കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആ ഉണക്കമുളകൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു സവാള കട്ടാക്കി എടുക്കാം. ചെറുതായി കട്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്താലും മതി. അതും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ ചേർത്തി കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്താണ് കേട്ടോ എടുക്കുന്നത്. ഒരു 1/4 കപ്പോളം എടുത്താൽ മതി, കൂടുതൽ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതൽ എടുക്കുമ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവും കൂട്ടിയെടുക്കണം.
അതും ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്ക് യോജിപ്പിക്കാം. അതിന് ശേഷം തക്കാളി ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ തക്കാളിയുടെ പകരം നമ്മൾ പുളിയാണ് ചേർത്തി കൊടുക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം പുളി ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ലേശം മല്ലിയിലയും കൂടി ചേർത്താട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതാട്ടോ നന്നായി ഒരു തിക്നെസ്സിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു തിക്നെസ്സിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അതേ പാനിൽ തന്നെ 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും ചേർത്തി കൊടുക്കാം. പിന്നെ കുറച്ചൊരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്തി കൊടുക്കാം. ഇനി അരച്ച് വെച്ച മിക്സി നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി കൂടുതൽ നേരം തിളച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതിലോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല രുചിയുള്ള ചട്നിയാണിത്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. സോഫ്റ്റും ഹെൽത്തിയുമായ ബൺദോശയും കിഡ്ലൻ ചട്നിയും റെഡിയായി. വീട്ടിലുള്ള സാധാരണ ദോശമാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ചൂടോടെ ഈ ചട്നിയുടെ കൂടെ കഴിച്ചാൽ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള രുചികരവുമായ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.